വയർ പഴുത്തു ദ്രവിച്ചു തുടങ്ങി നരകയാതനയുമായി നീതു. ചികിത്സ വേണ്ടുന്ന ചികിത്സാലയങ്ങൾ പരമ്പരയുടെ 1-ാം ഭാഗം. ഇവരെല്ലാം ദ്രവിച്ചുപോയി. കാണാൻ ഭയങ്കര സ്മെല്ലുമാണ്. വീട്ടിൽ നിൽക്കുന്നത് അത്രയ്ക്ക് പഴുപ്പ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ 22-ാം തീയതി ചെന്നു. അവർ ശരീരത്തിൽ നിന്ന് തൊലി വെട്ടിയെടുത്ത് ഇവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് ഇത് എങ്ങനെ ഉണ്ടായി, ഇത് ആര് കാരണം ഉണ്ടായി, അത് രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ പറഞ്ഞത് ക്ലിനിക്കിന് ലൈസൻസ് ഇല്ല, ക്ലിനിക്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ അധികാരമുണ്ട്, ഇതും പറയുന്നില്ല. പിന്നെ റിപ്പോർട്ടിനെ കുറിച്ച് ചാനലിൽ വന്നു. മോള് TV കണ്ടു. ആ മുറിയിൽ ഇന്നലെ മുറിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിലിങ്ങനെ എഴുതി കാണിച്ചപ്പോൾ ഞാൻ ചെന്നു. വൈകുന്നേരം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, അച്ഛാ നീതി കിട്ടില്ലേ? നമുക്ക് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പൾമിനറി ഫാറ്റ് എംബോളിസം എന്നാണ്. ഈ പൾമിനറി ഫാറ്റ് എംബോളിസം എങ്ങനെ വന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ പൾമിനറി ഫാറ്റ് എംബോളിസം ലിപ്പോസക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ചികിത്സ വേണ്ടുന്ന ചികിത്സാലയങ്ങൾ എന്ന പരമ്പര ഞങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം തമ്പുരാൻ മുക്കിലുള്ള കോസ്മെറ്റിക് ക്ലിനിക്കിൽ ലൈപ്പോസക്ഷൻ എന്ന വയറിലെ കൊഴുപ്പ് നീക്കം ചെയ്യൽ എസ്തെറ്റിക് സർജറിക്കായി പോയ നീതു എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കഴിഞ്ഞ 36 ദിവസങ്ങളായി ഇപ്പോഴും അനന്തപുരി ആശുപത്രിയിൽ 9 വിരലുകളും മുറിച്ച് കളഞ്ഞ് സർജറി ചെയ്ത വയറ്റിലെ സ്കിൻ അഴുകി ദ്രവിച്ച് നരകയാതന അനുഭവിച്ച് കിടക്കുകയാണ്. മകളുടെ മടങ്ങിവരവ് കാത്ത് ഒരു കുടുംബം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. ആഴ്ചകൾക്ക് ശേഷം ഐസിയുവിൽ കയറിയ അച്ഛനെ കണ്ട് നിറകണ്ണുകളോടെ നീതു ചോദിച്ചത്, എനിക്ക് നീതി കിട്ടുമോ അച്ഛ എന്നാണ്. വില്ലകൾ മുറിച്ചു മാറ്റിയ ആ കൈത്തണ്ടയിൽ ചുറ്റിയ ബാൻഡേജിൽ അവൾ കണ്ണുനീർ ഒപ്പിയപ്പോൾ ആ അച്ഛൻ്റെ ഹൃദയം പിടഞ്ഞു. ആ അച്ഛന് പറയുവാൻ പറ്റുമോ, ഒരു കശാപ്പുകാരൻ്റെ നോട്ടുകെട്ടുകൾക്ക് മുന്നിൽ സർക്കാരും പോലീസ് സംവിധാനങ്ങളും ഡോക്ടർമാരുടെ തൊഴിലാളി യൂണിയനും മെഡിക്കൽ ബോർഡും അടക്കം മൂക്കുകുത്തി വീണു എന്ന്? വളരെ ഗുരുതരമായ സർജിക്കൽ പിഴവുണ്ടായി എന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാവുന്ന ഈ കേസിൽ ഡോക്ടർമാരുടെ തൊഴിലാളി സംഘടനയുടെ നേതാവ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് തള്ളിയത് അത് മെഡിക്കൽ ആക്സിഡന്റ് ആണെന്നാണ്. കാശ് മേടിച്ചു തന്നിട്ടാണോ അതോ ബോധമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ വെളുപ്പീര് ഇവിടെ നടക്കില്ല എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. വെറും തട്ട് ക്ലിനിക്കിൻ്റെ സംവിധാനം മാത്രമുള്ള, ഒരു എമർജൻസി ഉണ്ടായാൽ അത് മാനേജ് ചെയ്യുവാൻ യാതൊരു സംവിധാനവുമില്ലാത്ത, ഒരു ആംബുലൻസ് പോലും ഇല്ലാത്ത, ഒരു ICU സംവിധാനമില്ലാത്ത, വെന്റിലേറ്റർ സൗകര്യമില്ലാത്ത, എന്തിന് ആശുപത്രിയായി പ്രവർത്തിക്കുവാൻ ഒരു ലൈസൻസ് പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് എങ്ങനെയാണ് തൊഴിലാളി നേതാവെ ഒരു സർജറി നടത്തുവാൻ സാധിക്കുന്നത്? ഈ അതിക്രമം കാണിച്ച ഈ ആശുപത്രിയുടെ മുതലാളിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചില്ല? ലൈപ്പോസക്ഷൻ മാത്രമല്ല, സെക്ഷൻ ചെയ്തെടുക്കുന്ന ആ ഫാറ്റ് ബട്ടക്സിൽ വെച്ച് പിടിപ്പിക്കുന്ന സർജറിയാണ് നീതുവിന് ഇവർ നടത്തിയത്. എന്നിട്ട് ഒരു ദിവസം പോലും ഒബ്സർവ് പോലും ചെയ്യാതെ പറഞ്ഞു വീട്ടിൽ വിട്ടു. പേട്ടയിലെ തട്ട് ക്ലിനിക്കിൽ വന്നിരുന്ന രോഗികളെ കൊണ്ട് അനന്തപുരി ആശുപത്രിയുമായി ഒരു ടൈപ്പ് ചെയ്ത് അവിടെ തിയേറ്ററിൽ കൊണ്ട് സർജറി ചെയ്തു വന്നിരുന്ന ഡോക്ടർ ബിബിലാഷ് ബാബു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സംസം ബിരിയാണി കടയുടെ പിന്നിൽ ഒരു കെട്ടിടം പണിത് അവിടെ ഒരു ചെറിയ തിയേറ്ററൊക്കെ പണിത് ക്ലിനിക്കിൽ പതുക്കെ സർജറി ആരംഭിച്ചത്. ടെക്നോ പാർക്കിലെ സുന്ദരികളെ മുന്നിൽ കണ്ടാണ് ടെക്നോ പാർക്കിന് സമീപം തന്നെ തൻ്റെ എസ്തെറ്റിക് സർജറി സെന്റർ ഡോക്ടർ ബിബിലാഷ് ബാബു തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകി ടെലികോളർ പെൺകുട്ടികളെ ഇരുത്തി വിളിപ്പിച്ച് ടെക്നോ പാർക്കിലെ ജീവനക്കാരികളെ ആയിരുന്നു വലവേശി പിടിച്ചിരുന്നത്. 5 ലക്ഷം രൂപ പറഞ്ഞ ലൈപ്പോസക്ഷൻ 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം, വാല്യൂ അഡീഷനായി ആ ഫാറ്റ് ബട്ടക്സിൽ വെച്ച് പിടിപ്പിക്കാം എന്ന് പറഞ്ഞാണ് നീതുവിനെ ഡോക്ടർ ബിബിലാഷ് ബാബു വലയിൽ വീഴിച്ചത്. കേസ് ചെയ്യാൻ പോകാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ എമർജൻസി വരുമ്പോൾ ഡോക്ടർ ബിബിലാഷ് ബാബു സർജറികൾ കൈതളിയാത്ത ജൂനിയർ ഡോക്ടർമാരെ ഏൽപ്പിച്ചിട്ട് പോകുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ തന്നെ ഉള്ളവർ ഞങ്ങളോട് വെളിപ്പെടുത്തി. പ്ലാസ്റ്റിക് സർജറി ട്രെയിനിങ്ങിനായി വന്നു നിൽക്കുന്നവർ പ്രൊസീജിയർ ചെയ്തപ്പോൾ ഉണ്ടായ സർജിക്കൽ കോംപ്ലിക്കേഷനാണ് ഇവിടെ ഉണ്ടായത്. ഡോക്ടർ ഷിനോൾ ശശാങ്കൻ എന്ന ഡോക്ടറാണ് നീതുവിനെ സർജറി ചെയ്തത് എന്ന് കണ്ടെത്തിയാണ് ഡോക്ടർ ഷിനോളിൻ്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ ആശുപത്രി നടത്തുക മാത്രമല്ല, സർജറി നടത്തി ആളെ കൊല്ലാൻ നോക്കിയ ഡോക്ടർ ബിബിലാഷ് ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുവാൻ തുമ്പ പോലീസിന് എന്തോ ഒരു ഉറപ്പില്ലായിരുന്നു. സർജിക്കൽ കോംപ്ലിക്കേഷൻ ഉണ്ടായി സിംഗിങ് സ്റ്റേജിലായ നീതുവിനെ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല.
വാരിയെടുത്ത് കണ്ണിൽ കണ്ട ഒരു ഇന്നോവയിലിട്ടാണ് അനന്തപുരിയിലേക്ക് നീതുവിനെ കൊണ്ടുപോയത്. അവിടേക്ക് കൊണ്ടുപോകുവാൻ കാരണം ഡോക്ടർ ബിബിലാഷിൻ്റെ തട്ട് 60 ശാലയിൽ എന്തെങ്കിലും കൈപ്പിഴ പറ്റിയാൽ അവിടെ കൊണ്ടുപോകാം എന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഒരിക്കലും ഡോക്ടർ ബിബിലാഷ് ബാബുവിന് എതിരായി ഒരു റിപ്പോർട്ടും അവിടെ നിന്ന് പോകില്ല. മാർത്താണ്ഡപിള്ളയുടെ സ്വാധീനം എല്ലാ തരത്തിലും ഒരു പരിചയ പോലെയാകുകയും ചെയ്യും. ഇവിടെയും അതാണ് സംഭവിച്ചത്. അനന്തപുരിയിലേക്ക് ചെന്നില്ല, അതിനു മുമ്പ് മീഡിയകളോട് പറയുവാനുള്ള ആ ടെർമിനോളജിയും റെഡിയായി. ഫാറ്റ് എംബോളിസം, ലൈപ്പോസെക്ഷനിൽ ചിലപ്പോൾ അപ്രകാരം സംഭവിക്കുമത്രേ. ഇതിനോടകം അനന്തപുരിയിൽ 30 ലക്ഷം രൂപയുടെ അടുത്ത് അടച്ചു കഴിഞ്ഞു എന്നാണ് നീതുവിൻ്റെ കുടുംബം ITV ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. പരിപൊട്ടിക്കാൻ മാത്രം പ്രാപ്തിയുള്ളവൻ പറ്റാത്ത പണിക്ക് പോയാൽ ഇപ്രകാരം സംഭവിക്കും. ഇവരുടെ സകല തരികടകളും ഞങ്ങൾ അനാവരണം ചെയ്യും വരും ദിവസങ്ങളിൽ. ഇപ്പോൾ നീതുവിൻ്റെ ഭർത്തൃപിതാവിൻ്റെയും മാതാവിൻ്റെയും വാക്കുകൾ നമുക്ക് കേൾക്കാം. സ്ത്രീകൾ ഒരിക്കലും ഈ 3 പേരുകൾ മറക്കരുത്. കോസ്മെറ്റിക് എന്ന അറവുശാല, 2 അതിൻ്റെ മുതലാളി ഡോക്ടർ ബിബിലാഷ് ബാബു, 3 പ്ലാസ്റ്റിക് സർജൻ എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ ഷീനോൾ ശശാങ്കൻ. ഇനി ഇവർ ഈ പണിയുമായി രംഗത്തിറങ്ങുവാൻ പാടില്ല. ഈ അച്ഛനും അമ്മയ്ക്കും പറയുവാനുള്ളത് നമുക്ക് കേൾക്കാം. ഇവരുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടേഴ്സ് തൊഴിലാളി യൂണിയൻ നേതാക്കൾക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മറുപടി പറയുവാൻ സാധിക്കുമോ? പറഞ്ഞേ പറ്റൂ. എൻ്റെ പേര് പത്മകുമാറാണ്. എൻ്റെ മകൻ്റെ ഭാര്യയാണ് നീതു. മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. അതിൽ വ്യക്തതയില്ല. അതായത് ചികിത്സ സമയത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് പിഴവാണല്ലോ, അത് പറയുന്നില്ല. എന്തായാലും ഒരു തട്ടിക്കൂട്ടിയെടുത്ത ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടിക്ക് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയുന്നില്ല. ഇത് പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി, ഹോസ്പിറ്റലിനെ രക്ഷിക്കുവാൻ വേണ്ടി ഉള്ള ഒരു തട്ടിക്കൂട്ട് തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. സാധാരണപ്പെട്ടവർക്ക് നീതി കിട്ടുമോ? ഇങ്ങനെ പോയാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഇതിന് പരാതി കൊടുക്കുവാനുള്ള ഒരു തീരുമാനമായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇനിയും അധികാരികൾക്ക് പരാതി കൊടുത്ത് അതിൻ്റെ വ്യക്തത ഉണ്ടാക്കണം. അതുമാത്രമല്ല, ഈ കോസ്മെറ്റിക് ക്ലിനിക്ക് എന്ന് പറയുന്ന അവിടെ ഓപ്പറേഷൻ ചെയ്യുവാനുള്ള അനുവാദമുണ്ട്, അതും പറയുന്നില്ല. പിന്നെ എല്ലാ ഡോക്ടർമാരെ, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ അവരുടെ മൊഴിയെടുക്കണം. പിന്നെ ഹോസ്പിറ്റലിലെ രേഖകൾ പരിശോധിക്കണം, ക്യാമറ ഉൾപ്പെടെ പരിശോധിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കിടത്തി ചികിത്സിച്ചു. അത് ചികിത്സാ പിഴവല്ലേ? അവിടെ നിന്ന് അനന്തപുരി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ഹൃദയസ്തംഭനമുണ്ടാകുന്നു. അതൊന്നും പറയുന്നില്ല. എന്തായാലും ഈ ഡോക്ടർമാരെ കുഴപ്പം കൊണ്ടാണല്ലോ എന്ന് സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാവും. അവിടെ സൗകര്യമില്ല എന്നുള്ള കാര്യമാണ് ഒന്നാമത് തെളിഞ്ഞിരിക്കുന്നത്. ഇന്നോവ കാറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സൗകര്യമില്ലാത്ത ആശുപത്രിയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഹോസ്പിറ്റലിൽ നിന്ന് ബോർഡ് വയ്ക്കുന്നു, സമ്മറിയിൽ പറയുന്നത് ക്ലിനിക്ക്. അത് തന്നെ വഞ്ചനയാണ്. ഇതെല്ലാം അധികാരികൾ മനസ്സിലാക്കണം. നീതിക്ക് വേണ്ടി പോരാടണം, നീതി ലഭിക്കണം. ജനങ്ങൾക്ക് നീതി കിട്ടാനാണ് ഭരണാധികൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. ഞങ്ങളെ ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ അധികാരികൾക്ക് പരാതി കൊടുക്കാനാണ് തീരുമാനം. പിന്നെ ഹൈക്കോടതി ഇപ്പോൾ അവധിയാണ്. പിന്നെ ഞങ്ങൾ അഡ്വക്കേറ്റുമായിട്ട് ആലോചിച്ച്, നമുക്ക് നിയമം കിട്ടണമല്ലോ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായി പോകണം. നിയമപരമായി പോകുമെന്ന് ഉള്ള ഉറച്ച ഇതിലാണ് ഞങ്ങൾ കഴിയുന്നത്.
പക്ഷേ ഞങ്ങൾ നേരത്തെ ഇത് പ്രതീക്ഷിച്ചിരുന്നു. ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സൂചന ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. നിങ്ങൾ ഏത് കോടതിയിൽ പോയാലും നിങ്ങൾക്ക് ഇത് പിഴവായിട്ട് കാണിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം നേരത്തെ മുന്നറിയിപ്പ് തന്നിരുന്നു. അതിപ്പോൾ ബോധ്യപ്പെട്ടു. അത് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാ ഞങ്ങളെ കുട്ടിയെ കണ്ടില്ലേ? ആ ഒരു കുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച്, അത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് വന്ന കുട്ടിയാണ്. നല്ല മാർക്കുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ കൈവിരലുകൾ 9 മുറിച്ചു. വയറ് നല്ലൊരു വലിയ രീതിയിലുള്ളൊരു മുറിവാണ്. തൊലിയെല്ലാം ദ്രവിച്ചുപോയി. 2.5 മാസം വേദന കൊണ്ട് ആ കുട്ടി കഴിഞ്ഞതാണ്. ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ആ വേദന അനുഭവിച്ചവരാണ്. ഇരട്ട കുട്ടികളുണ്ട്, 4.5 വയസ്സുകളുണ്ട്. ആ കുട്ടികളെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ആ കുട്ടികളെ കാലത്ത് കുളിപ്പിച്ച് ആ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനും ആ കുട്ടികൾക്ക് ആഹാരം കൊടുക്കേണ്ടതും എല്ലാം ഈ അമ്മയാണ്. ആ കുട്ടികളെ സംരക്ഷിക്കാനും ലാളിക്കാനും എല്ലാം ഈ അമ്മയാണ്. ഇനി ഈ കൈകൾ അതിനെല്ലാം കഴിയുമോ? ഇനി ഈ വലത്തെ കൈയിലെ 2 വിരലിനും കംപ്ലൈൻ്റ് ഉണ്ട്. അത് ചികിത്സ ചെയ്ത് ഭേദമാക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വലത്തെ കാലിനുമുണ്ട് 2 വിരലിന്. ഇത്രയും ദയനീയാവസ്ഥയിലുള്ള ഒരു കുട്ടിയെ കണ്ടാൽ ഏത് പൊതുജനവും, ഞങ്ങൾ റോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ കണ്ട് വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് അവർ ഞങ്ങളെ സമീപിക്കുന്നത്. അധികാരികൾക്ക് കണ്ണുകൾ കാണുന്നില്ലേ? അവർക്കത് ദുഃഖം തോന്നുന്നില്ലേ? ഇതെല്ലാം കാണുമ്പോൾ ഇവിടെ നീതി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാൻ? ഇനി ജനങ്ങളും ഇതിന് അഭിപ്രായം പറയണം, ഇതിന് പ്രതികരിക്കണം. ജനങ്ങളും ഈ പത്രപ്രവർത്തകരുമാണ് ഇനി കൂടുതലും പ്രതികരിക്കേണ്ടത്. പത്രക്കാരും മീഡിയാസും ഉള്ളത് കൊണ്ടാണ് ഇതുവരെയെങ്കിലും ഒരുമാതിരിയെങ്കിലും ഈ പരാതി മുന്നോട്ട് പോയത്. പക്ഷേ അവസാനം റിപ്പോർട്ട് വരുമ്പോൾ നീതി ഞങ്ങൾക്ക് കിട്ടിയില്ല. അധികാരികൾ ഇതിൽ വ്യക്തതയാക്കണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 7 മണിയോട് അടുപ്പിച്ച് മോനെ വിളിച്ച് പറയുകയാണ്. അത് മാത്രമല്ല, അവിടെ ഹോസ്പിറ്റലിൽ മോനെ നിർത്തിയില്ല. എന്ത് കാരണമെന്നറിയില്ല. മോൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ആരും നിൽക്കേണ്ട ആവശ്യമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് മകൻ പുറത്തു പോകുന്നത്. മോനെ ഇപ്പോൾ ഫോണിൽ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. മോൻ ഫോൺ വിളിച്ച് പറയുകയാണ് സീരിയസ് ആണെന്ന് പറയുന്നു. ഇതെന്താ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിയുടെ കൂടെ എന്താ ആളിനെ നിർത്തണ്ടേ? അതിലെല്ലാം ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിന് ഫോൺ വിളിച്ച് പറയുകയെന്ന് ചെയ്തത്. മോൻ ഓടി വരുമ്പോൾ സീരിയസ് ആണ്, വിവിധ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ വിവിധ സൗകര്യമില്ല എന്നാണ് മനസ്സിലാക്കിയത്. മോൻ ചെല്ലുമ്പോൾ ഒരു ഇന്നോവ കാറിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് മോൻ്റെ അടുത്ത് പറയുന്നു അനന്തപുരിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. കൂടെ കയറാനൊന്നും ആവശ്യമില്ല. ഇല്ല, അനുവദിച്ചു. കൊണ്ടുപോവുകയാണ്. അവർ കൊണ്ടുപോവുകയാണ്. ചെയ്യാം, അങ്ങോട്ട് പോകും. അവർ തന്നെ ചെയ്യുന്നു. പിന്നെ അനന്തപുരി ചെന്നപ്പോൾ പുള്ളി തന്നെ ഹോസ്പിറ്റലിൽ ICയിലായാലും ഓപ്പറേഷൻ തിയേറ്ററിലായാലും ഈ ബിബിലാഷും അഖില മോഹനും ഷിനോൾ ശശാങ്കനും ഇവർ 3 പേരും ഈ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലും കാഷ്വാലിറ്റിയിലും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹമാണ് ആ ഓപ്പറേഷനെ കുറിച്ചും ആദ്യമെല്ലാം നിർദ്ദേശങ്ങൾ തരും, ഇന്നത് ചെയ്യുന്നു. ഇപ്പം അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം 2 ഡോക്ടർമാരാണ്.
അനന്തപുരിയിലെ ഡോക്ടറാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മൊഴിയുണ്ട്. മൊഴിയിൽ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഓപ്പറേഷൻ നടത്തിയത്. അത് പറഞ്ഞത് ജീവൻ നഷ്ടപ്പെട്ട കണക്കിരിക്കുകയാണ്, വളരെ സീരിയസ് ആണ്. അവർ പറഞ്ഞത് 2% ഇത് ഇവിടെ ഒന്ന് റീ ഓപ്പൺ ചെയ്യണം, അത് എന്തെങ്കിലും പാളിച്ചകളുണ്ടോ എന്നറിയാൻ. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടാകും. ഞങ്ങൾക്ക് 2% എന്ന് പറയുന്നത് വലുതാണ്. അങ്ങനെ മോൻ അത് അനുഭവിച്ചു. അങ്ങനെ പിന്നെ 5 ദിവസം കഴിഞ്ഞ് കണ്ണ് തുറക്കുന്നു. അപ്പോൾ ഞങ്ങൾ കാണുന്നത് ശരീരമെല്ലാം കറുത്ത് നീരെടുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് ICUയിൽ പോയി മൊത്തം കാണാൻ പറ്റില്ല. ഇങ്ങനെ മുഖം കാണാൻ പോകുമ്പോൾ കൈയും കാലും ഒക്കെ കണ്ടപ്പോൾ അപ്പോഴാണ് ഇത് ഇങ്ങനെ കറുത്തിരിക്കുന്ന ഒരവസ്ഥ കണ്ടത്. പിന്നെ വയറിൻ്റെ ഭാഗം കാണുന്നത് വൈഫാണ്. വൈഫിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. അങ്ങനെ 22 ദിവസം വെന്റിലേറ്ററിലാണ് കഴിഞ്ഞത്. അങ്ങനെ 36 ദിവസം അനന്തപുരിയിൽ കഴിഞ്ഞു. ഏകദേശം അന്ന് 30 ലക്ഷത്തോളം ആയി ചിലവ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇപ്പോൾ 22-ാം തീയതി വീണ്ടും പോയി. അത് ഇവരെയെല്ലാം ദ്രവിച്ചു പോയി. കാണാൻ ഭയങ്കര സ്മെല്ലുമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ. അത്രയ്ക്ക് പഴുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ 22-ാം തീയതി ചെന്നു. അവർ ശരീരത്തിൽ നിന്ന് തൊലി വെട്ടിയെടുത്ത് ഇവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അതിന് ഇനിയിപ്പം എത്ര എമൗണ്ട് ആവുമെന്നുള്ള കാര്യം അറിയില്ല. ഇത് എല്ലാം ഞങ്ങളെ ഭാഗത്തു നിന്നാണ് ചിലവ് വഹിക്കുന്നത്. ഞങ്ങൾക്ക് മോൻ്റെ അച്ഛനൊരു വീട് കാലടിയിലുണ്ടായിരുന്നു. അതൊരു 9 മാസത്തിന് മുമ്പേ അവർ വിൽപ്പന നടത്തി. എന്നിട്ട് കഴക്കൂട്ടത്ത് മോൾക്ക് അവിടെ അടുത്ത് എവിടെയെങ്കിലും പോകാനും കുട്ടികൾക്ക് പഠിക്കാനും എല്ലാം സൗകര്യം കണക്കാക്കി അവിടെ വീട് വാങ്ങാമെന്ന് പറഞ്ഞ് ഈ 9 മാസം കൊണ്ട് ഞങ്ങൾ വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീടുകൾ നമുക്ക് സൗകര്യത്തിന് കിട്ടിയില്ല. അപ്പോൾ ഇത്രയും സീരിയസായി ജീവൻ വേണമല്ലോ. അപ്പോൾ അവരച്ഛൻ തന്നെ പറഞ്ഞു, വീടല്ലല്ലോ പ്രധാനം, കുട്ടിയുടെ ജീവനാണ്. അങ്ങനെ ആ പണവും പിന്നെ കുറച്ച് ഉരുപ്പടി ഞങ്ങൾക്കുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് കാനറ ബാങ്കിൽ, മുട്ടത്തറ കാനറ ബാങ്കിൽ പണയം വെച്ചാണ് അതെല്ലാം അടച്ചത്. ഇനിയുള്ളതും ഇതിനൊക്കെ കുറച്ച് പൈസ കയ്യിലുണ്ട്. പിന്നെ ഉരുപ്പടികൾ പണയം വെക്കണം. ഈ അവസ്ഥയാണ്. ഞങ്ങൾക്ക് കോടതിയിൽ പോയാൽ തന്നെ നീതി കിട്ടുമെന്ന് ഉറപ്പില്ല. കാര്യം മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് അവരെ അനുകൂലിച്ച് വന്നിരിക്കുകയാണല്ലോ. അത് ഈ മെഡിക്കൽ ബോർഡിൽ പറയുന്നില്ല. അത് പറയേണ്ട ഒരു കാര്യമാണല്ലോ. എന്തുകൊണ്ട് ഈ ക്ലിനിക്കിൽ ഓപ്പറേഷൻ ചെയ്യാമോ, അതെന്താ ഈ ഇവരെ റിപ്പോർട്ടിൽ വരാത്തത്? അതിന് ലൈസൻസ് ഇല്ല, അത് പറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒരു തട്ടിക്കൂട്ടി അവരെ രക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടെന്നേ ഞങ്ങൾക്ക് തോന്നുള്ളൂ. പിന്നെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ലല്ലോ. അത് ഡോക്ടർമാരല്ലേ തീരുമാനിക്കണം. ഈ ഡോക്ടർമാർ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ ഏക ഒരു ഇത് താമസിച്ചു എന്ന് പറയുന്നു, അത് പിഴകാണല്ലോ. അത് പറയുന്നില്ല. താമസിച്ചു എന്ന് മാത്രമേ പറയൂ. അവിടെയും തൊഴില്ല, ഇവിടെയും തൊഴില്ല. ചുരുക്കം പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ട്. കുട്ടി നല്ല ആരോഗ്യവതിയാ, ഓടിച്ചാടി കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാ, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഇങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഡോക്ടർമാരെ വീട്ടിലിട്ട് ഓപ്പറേഷൻ ചെയ്യാം, ലൈസൻസ് വേണ്ടല്ലോ. ആ അവസ്ഥ അങ്ങനെയാണോ? അങ്ങനെയാണ് അവർ പറയുന്നത്. ഇതെല്ലാം എന്ത് ഈ രാജ്യത്തെ നടക്കുകയുള്ളൂ, പ്രത്യേകിച്ച് ഈ കേരളത്തിൽ. ഇപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പേ നമ്മളെ കർണാടകത്തിൽ ഇവിടെ ന്യൂസിൽ കാണിക്കുന്നതാണ്. ഇതേ കണക്കുള്ള ഹോസ്പിറ്റലിൽ ഒരാൾ മരിച്ചുപോയി. അവിടുത്തെ പോലീസ് എന്താ ചെയ്തത്? അപ്പം തന്നെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു, കേസെടുത്തു. അതിന് ലൈസൻസ് ഇല്ലെന്നാണ് വാർത്തയിൽ പറഞ്ഞത്.
അതേ നിലപാടാണ്. അത് മാത്രമല്ല, അമൃത രാജ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ഒരാൾ, ഇവർക്ക് പുള്ളിമുക്കിൽ കോസ്മെറ്റിക് ക്ലിനിക്കുണ്ട്. അവിടെ വെച്ച് മരിച്ചുപോയി 2021. അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ മകൾക്ക് മൊഴി പറയാൻ പറ്റും. അതും ഇതേ കണക്കാണ്. റിപ്പോർട്ട് അങ്ങും ഇഞ്ഞും തൊടാത്ത റിപ്പോർട്ട്. പിന്നെ കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഡോക്ടറെ ശിക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ പഞ്ഞി എന്തോ വയറിൽ വെച്ച് തച്ചൊരു കേസുണ്ട്. അത് എന്തോ തെളിവുള്ളതുകൊണ്ട് അതിന് മാത്രം അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു. ഇനി ആ ഡോക്ടറുടെ കാര്യം ഇനി അന്വേഷിക്കണം, ശിക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർമാർക്ക് എന്തും ചെയ്യാം. അവർക്ക് സംഘടനയുണ്ട്. അവരെ തൊടാനും അവരെ പിടിക്കാനും അവരെ പറ്റി പറയാനും രാഷ്ട്രീയ പാർട്ടിക്കാരുമില്ല. പിന്നെ ഒരു വനിതയാണ്, ഒരു യുവതിയാണ്. ഇവിടെ കുറേ വനിതാ സംഘടനകളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർക്കുണ്ട്. ഞങ്ങൾ ആരെയും കണ്ടില്ല. ലോക്കലായിട്ടുള്ള കുറച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. 3 BJPയുടെ ആൾക്കാർ വന്നു, കോൺഗ്രസിൻ്റെ ആൾക്കാർ വന്നു, CPMൻ്റെ ആൾക്കാർ വന്നു. പിന്നെ കോൺഗ്രസ് പാർട്ടി അവിടെ ധർണ നടത്തി. പിന്നെ CPMലെ ചില നേതാക്കന്മാരും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവർ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല. BJPയിലെ പ്രാദേശികമായിട്ടുള്ള ഇവിടെയുള്ള ആൾക്കാർ വന്നു. പക്ഷെ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. അത് ഞങ്ങൾക്കൊരു സന്തോഷം. ദുഃഖത്തിൽ ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അത് ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ അധികാരികളാണല്ലോ ഇതെല്ലാം ചെയ്യേണ്ടത്. ഞാൻ മുഖ്യമന്ത്രിയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഒന്നും ഞാൻ പരാതി പറയുന്നില്ല. പക്ഷെ അവരിത് മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥരാണോ രാഷ്ട്രീയക്കാരാണോ ഈ റിപ്പോർട്ടിനെ അട്ടിമറിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. അട്ടിമറിച്ചത്, പ്രതികൾക്ക് വേണ്ടി അട്ടിമറിച്ചത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് കോടതിയിൽ പോകുമ്പോഴും ഇവർ തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസാണ് തെളിവുകളെല്ലാം ശേഖരിക്കേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ഞാൻ പരാതി പറയുന്നില്ല. അദ്ദേഹം തെളിവുകൾ ശേഖരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി ഫലപ്രദമാണോ എന്ന് അറിയണമെങ്കിൽ ഇനി വിവരാവകാശം വിട്ട് ആ രേഖകൾ എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. പക്ഷേ എന്നാലും അവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് ഫലപ്രദമാണെന്ന് ഞങ്ങൾക്ക് പറയാനും പറ്റില്ല. പിന്നെ മെഡിക്കൽ ഓഫീസർ, അവർക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? അവരൊരു സ്ത്രീയാണ്. അവർക്ക് വ്യക്തമായി അവർ ഹോസ്പിറ്റലിൽ ആദ്യം വരുമ്പോൾ വന്ന് കണ്ടതാണ്. ഈ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ വന്ന് കണ്ടതാണ്. ഒരു മനസാക്ഷിയെങ്കിലും ഉണ്ടാവണം. സത്യത്തിന് വേണ്ടി നിൽക്കണം. ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ സത്യങ്ങളെ നോക്കി തെരഞ്ഞു പിടിച്ച് അവർ ബോർഡ് തീരുമാനം അങ്ങനെയായിരിക്കണം. കുട്ടിയുടെ ചികിത്സയെപ്പറ്റി അവർ പറയുന്നു. മറ്റുള്ള അവരുടെ മൊഴി കേട്ട് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ കുട്ടിക്ക് ഈ അവസ്ഥയുണ്ടായി, അത് എന്തുകൊണ്ടുണ്ടായി എന്നവർ പറയണം. അത് പറയുന്നില്ലല്ലോ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് എങ്ങനെ ഉണ്ടായി, ഇത് ആര് കാരണം ഉണ്ടായി, അത് രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ പറഞ്ഞത് ക്ലിനിക്കിന് ലൈസൻസ് ഇല്ല, ക്ലിനിക്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ അധികാരമുണ്ട്, ഇതും പറയുന്നില്ല. കഷ്ടമാണ്. വീട് കാലടിയിലുള്ള ഒരു വീടായിരുന്നു. അത് കാറ് കയറാത്തൊരു വീടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇവർക്ക് ടെക്നോ പാർക്കിൽ നിന്ന് ഇതുവരെ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ അച്ഛനും അമ്മയും വയസ്സായവരാണ്. അച്ഛൻ തീരെ വയസ്സായവരാണ്, 68 വയസ്സ് വരും. അമ്മയ്ക്കും അവശതയാണ്. അപ്പോൾ
ജോലി സ്ഥലത്തിൻ്റെ ദൂരമൊക്കെ വെച്ച് അപ്പോൾ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാങ്ങാം എന്ന് വിചാരിച്ചാണ് വീട് വിറ്റത്. അത് ബാങ്കിൽ തന്നെ കൊണ്ടിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഈ അതീവ ഗുരുതരമായി കിടക്കുമ്പോഴാണ് ബില്ലുകൾ വരുമ്പോഴാണ് അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു. എന്നാലും മകൻ എന്ന നിലയിൽ മകൻ കുറേ ഒരു പിടി പണയം വെച്ച് 6 ലക്ഷത്തിൽ പരം എന്തോ പണയം വെച്ചു. പിന്നെ അച്ഛനും കുറേ പൈസ ഇട്ട് ഞങ്ങളും കുറച്ച് കൊടുത്തു. അങ്ങനെയാണ് അടച്ചത്. ഇനിയും ഇപ്പോൾ ബാധ്യതയുണ്ട്. എന്തായാലും വീട് നഷ്ടപ്പെട്ടു. ഇനി ഒരു വീട് വാങ്ങണമെങ്കിൽ ആ സ്ഥലത്ത് വീട് വാങ്ങാൻ വളരെ പാടാണ്. നല്ല പിന്നെ ലോണിനൊക്കെ അപേക്ഷിച്ചിരുന്നെല്ലാം വീട് ശരിയായി വരുമ്പോൾ ലോണ് ബാങ്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥം പറഞ്ഞാൽ ഒരു വളരെ കൊച്ചു സന്തോഷവും ആയിട്ട് പോയൊരു കുടുംബമാണ്. നിങ്ങൾക്ക് കൊച്ചു ആഗ്രഹങ്ങളേ ഉള്ളൂ. എന്തായാലും നല്ല സന്തോഷത്തോടെ കഴിഞ്ഞൊരു കുടുംബവും. കുട്ടികൾ ശനിയാഴ്ച അവർക്ക് അവധിയാണ്. ശനിയാഴ്ച ഞായറാഴ്ചയും കുട്ടികൾ ഇവിടെ വന്ന് നിൽക്കും. ആ വീട് വിറ്റപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ അടുത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു വീടുണ്ടായിരുന്നു. ഭാര്യയുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിറ്റ വീട്ടിലെ ഒരു 3 മാസം കഴിഞ്ഞായിരുന്നു. എന്നിട്ട് വീട് കിട്ടിയില്ല. പിന്നെ അവിടെ താമസിക്കുന്നത് ശരിയല്ലല്ലോ, കൊടുത്ത വീടല്ലേ. വാങ്ങിയ ആൾക്കാരൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അത് ശരിയല്ലെന്ന് വിചാരിച്ചത് കൊണ്ട് ഞങ്ങൾ ഈ ഒഴിഞ്ഞിടക്കുന്ന വീട് അവിടെ ആണ് മോനും മരുമകളും കുട്ടികളും താമസിച്ചത്. അച്ഛനും ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷകരമായി പൊയ്ക്കൊണ്ടിരുന്ന കുടുംബമാണ്. ഒരു നിമിഷം കൊണ്ട് ഞങ്ങളെ ദുഃഖത്തിലാക്കി. നമ്മളെ കാണാൻ കഴിയില്ല. കുട്ടികൾ 2-3 ദിവസത്തിന് മുമ്പെയാണ് കുട്ടികൾ പോയി കണ്ടത്. കുട്ടികൾക്ക് ഇത് അമ്മയാണോ, അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചാനലിൽ വന്നു. മോള് TV കണ്ടു. ആ മുറിയിൽ ഇന്നലെ മുറിയിൽ കൊണ്ടുവന്നു. അപ്പം അതിലിങ്ങനെ എഴുതി കാണിച്ചപ്പോൾ ഞാൻ ചെന്നു. വൈകുന്നേരം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, അച്ഛാ നീതി കിട്ടില്ലേ, ഇതാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ മക്കളെ, നമുക്ക് പരാതികൾ കൊടുക്കാം, സർക്കാരിന് വീണ്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോടതി പോവാം. നീതി കിട്ടിയില്ലെങ്കിൽ എന്ന് അവളുടെ അടുത്ത് പറഞ്ഞു. അവളെ 2 കൈ കൊണ്ട് കണ്ണീര്, ഒരു കൈ കൊണ്ട് തുളയ്ക്കാവുള്ളൂ. ഇത് കെട്ടി വെച്ചിരിക്കുകയാണ്. ആ കെട്ടി വെച്ച കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോൾ മകൻ അടുത്ത് നിൽക്കുകയായിരുന്നു. മകൻ തുടച്ചു കൊടുത്തു. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ TV അവിടെ ഇടണ്ടെന്ന് പറഞ്ഞു. കാര്യം ഒരു മാനസികാവസ്ഥ അവൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാനും, പിന്നെ എപ്പോഴും പറയും ഭർത്താവ് അടുത്ത് നിൽക്കണമെന്ന്. അതുകൊണ്ട് മകൻ എപ്പോഴും അടുത്ത് നിൽക്കും. പിന്നെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. എൻ്റെ ഭാര്യ കൊല്ലത്താണ് ജോലി. അപ്പം ഭാര്യയും ഇതിനൊക്കെ അവിടെ പോയി നിൽക്കാൻ പറയും. അവരെ അമ്മയ്ക്കാണെങ്കിൽ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. നീതു പറഞ്ഞത് അവളെ ഒരിക്കൽ ഫോൺ വിളിച്ചു ചോദിച്ചു. ഈ പരസ്യം കണ്ടാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് നിരന്തരം അവർ വിളിച്ചുകൊണ്ടിരുന്ന അവളത് പെട്ടുപോയി എന്നാണ് പറഞ്ഞത്. പെട്ടുപോയി. പിന്നെ കൂടുതൽ കുട്ടികളല്ലേ ഞങ്ങളൊന്ന് ചോദിച്ചത്. അവർ 2 പേരും കൂടിയാണ് പോയത്. സാധാരണ ഇത് എല്ലാവരും പോയി ചെയ്യുന്നതാണ്. പക്ഷേ കിംസിലൊക്കെ ഉണ്ട് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ അവർ
ഒരുപാട് ഉന്നതരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണിച്ചു, ബോധ്യപ്പെടുത്തി. ഞങ്ങൾ ആണ് ഈ രണ്ടാമതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഈ കൊല്ലത്തുള്ള അമൃത രാജ് ഇതേ കണക്ക് മരിച്ചുപോയി. അതും കാലത്തോട്ട് വൈകുന്നേരം വരെ ചികിത്സിച്ചു. അപ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ. എന്തിനാ ഒരു കുട്ടിയുടെ ഭാവിയും കൂടെ കളഞ്ഞത്? ഇല്ല, ഞങ്ങൾക്കത് അറിയില്ല. ഇതിപ്പം നാട്ടുകാർ ഇതിനൊക്കെ മരണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ തേടി അന്വേഷിച്ച് പോയപ്പോഴാണ് ഇതറിയുന്നത്. പിന്നെ ഞങ്ങളെ ഇതൊക്കെ കണ്ട് അവർ വീട്ടുകാരെ ഞങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെട്ടായിരുന്നു. ഈ അമൃത രാജിൻ്റെ ചേട്ടൻ അശോക് കുമാർ. അപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അത് FIR ഇട്ടതാണ് പേട്ട പോലീസ് സ്റ്റേഷനിൽ. അതും അങ്ങനെ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി. അത് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എൻ്റെ മകളിവിടെ നടന്നു പോയതല്ലേ, ആ നടന്നു പോയ കുട്ടിക്ക് ഇത് ഇങ്ങനെ സംഭവിച്ചു. അതെന്താണെന്ന് അവർ പറയും. ഡോക്ടർമാർ എന്തിനാ ഈ ബോർഡ്, മെഡിക്കൽ ബോർഡ് പറയും അതെന്തുകൊണ്ട് സംഭവിച്ചു. ഇത് ഏതൊരു സാധാരണപ്പെട്ടവർക്ക് അറിയാമല്ലോ. അതിനവർ ഉത്തരം പറയും. അവർ തന്നെ പറയുന്നു താമസിച്ചു. ഈ ഡോക്ടർ കൃത്യസമയത്ത് ചികിത്സ കൊടുത്തിരുന്നുവെങ്കിൽ കുട്ടിക്ക് ഇത് വരില്ലായിരുന്നു. അത് പിഴവല്ല, ആണോ അല്ലയോ അതും പറയുന്നില്ല. അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും എന്താണ്. ആരോഗ്യവതിയായ ഒരു സ്ത്രീ പോയിട്ട് തിരിച്ച് ഈ ഗതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു? അത് ഡോക്ടർമാർ പറയും ആര് മുഖാന്തരം സംഭവിച്ചു. ഇതിന് ചുമ്മാ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക, പ്രതികളെ രക്ഷിക്കുക. ഈ ദൈവം കഴിഞ്ഞാൽ നമ്മളെല്ലാം കാണുന്നത് ഡോക്ടർമാരെയാണ്. എന്തെങ്കിലും അസുഖം വന്നാൽ ഞങ്ങളെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ജനത്തിനും പ്രത്യേകിച്ച് എനിക്കും ഡോക്ടർമാരത്തൊരു ബഹുമാനമാണ്. പക്ഷെ ആ ബഹുമാനമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഡോക്ടർ സമൂഹത്തെ പോലും ഒരാളിന് വേണ്ടി ഇവരില്ലാതാക്കി. ഒരു പൗരൻ്റെ അവൻ്റെ ജീവന് ഇത്രയും വന്നിട്ട് അവന് നീതി കിട്ടുന്നില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണ്ടേ? പിന്നെ മോക്ക് ജോലി കിട്ടുമോ എന്നറിയില്ല. ഇനി പഴയ ജീവിതം നയിക്കാൻ പറ്റുമോ? വിരലുകൾ ഇങ്ങനെ മുറിച്ചിരിക്കുന്നു, കാലിൻ്റെ 5 വിരലും കയറ്റി മുറിച്ചിരിക്കുന്നു. കാണാൻ കൊള്ളാവുന്നൊരു കുട്ടിയാണ്. നമ്മൾ വികൃതമായി, അത് മാത്രമല്ല മുഖത്തെല്ലാം കറുത്ത പാടുകൾ മാറിയിട്ട് അത് വെളുത്തിരിക്കുകയാണ്. ചുണ്ടിൻ്റെയും ഇവിടെയല്ല, ആ കണ്ണിൻ്റെ ഭാഗത്ത്. ഇനി ശരീരത്തിൻ്റെ ഉള്ള മറ്റുള്ള ഭാഗത്ത് ഉള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് നേരെ ചൊവ്വന് നടന്നു പോകാൻ പറ്റില്ല. പിന്നെ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ വിരലുകൊണ്ട് ചെയ്യുന്നുണ്ട്. നല്ല ശമ്പളം കിട്ടുന്ന കുട്ടിയാണ്. ജീവിതമല്ലേ തൊലച്ചു കളഞ്ഞത്. ഇതിന് ആരാണ് ഉത്തരം പറയേണ്ടത്? ഞങ്ങൾക്ക് ഇവിടെ ആരാ സർക്കാരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ടത്, ഞങ്ങൾക്ക് നീതി തരേണ്ടത്. അത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കും? ഞങ്ങൾ ആരെടുത്ത് ഇന്നിച്ചെന്ന് പറയും? ഇത്രയും അവസ്ഥ വന്നിട്ട് നീതിയില്ല. എന്ത് സംഭവിച്ചു അതെങ്കിലും പറ. ആര് മുഖാന്തരം സംഭവിച്ചു അതും പറയില്ല. ഇതൊക്കെ സാധാരണപ്പെട്ടവനല്ലല്ലോ. ഈ ബോർഡിലിരിക്കുന്നത് എല്ലാം ഡോക്ടർമാരാണ്. അപ്പോൾ ഇവരെല്ലാം ഒരു ഗൂഢസംഘമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വകാര്യ മേഖലയിലുള്ള ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന ഒരു ഗൂഢസംഘമായിട്ടാണ് തോന്നുന്നത്. സംഘടനകളുണ്ട്, ഡോക്ടറിൻ്റെ IMA ഉണ്ടല്ലോ. ഒരു വാക്ക് പറയും, അല്ലെങ്കിൽ അവർ പറയുക കണ്ടുപിടിച്ചു കൊടുക്കാൻ. ഞങ്ങൾ കുട്ടി നടന്നു പോയ കുട്ടി ഈ ഗതികേടായി, അത് എന്തെന്നൊന്ന് പറഞ്ഞു തരും. അവരാരെങ്കിലും പറഞ്ഞു തരും. ഞങ്ങൾ തലേ ദിവസം തൊട്ട് വിളിച്ച് പറയാമെന്ന്. അതിന് ഞങ്ങളെ തെളിവുണ്ട്. അത് ഞങ്ങൾ കോടതിയിൽ കാണിച്ചോളാം. തലേ ദിവസം വിളിച്ചു പറയുന്നു അവശ നിലയാണ്,
അപ്പോൾ അവർ പറയുന്നത് കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കാൻ. ഇത് എന്താ, ഒരു മനുഷ്യന്റെ വില അവർ കൽപ്പിക്കുന്നില്ല. ഇവരൊക്കെ ഇനി ഡോക്ടർമാരാണോ എന്ന് കൂടെ അവർ നോക്കണം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ, ഇപ്പൊ ഒരു മരണം നടന്നു, ഇത്രയും പ്രശ്നമൊക്കെ നടന്നിട്ട് പോലീസിന് ഇതൊന്നും അറിയില്ല. അവിടെ മുമ്പ് ഇതേ കണക്ക് നടന്ന കാര്യം വീട്ടുകാർ ഞങ്ങളെ അറിയിപ്പിച്ച് ഞങ്ങളാണ് അറിയിപ്പിക്കേണ്ടത്. അപ്പൊ ഇതിന് ഇപ്പം നാട്ടുകാർ വേറൊരു സ്ത്രീ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്തിട്ട് പറഞ്ഞ് ആ ഹോസ്പിറ്റലിനെതിരെ നല്ല രീതിയിലൊരു അന്വേഷണം നടത്തണം. അവിടെ ഏതൊക്കെ രോഗികൾ വന്നിട്ടുണ്ട്, അതിലെത്ര രോഗികൾ മരിച്ചിട്ടുണ്ട്, ഇതൊക്കെ അന്വേഷിക്കണ്ടേ. ഞാനൊരു പൊതുപ്രവർത്തകനും കൂടെ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം എൻ്റെ മകൾക്ക് സംഭവിച്ചു, വേറെ സംഭവിച്ചിട്ടുണ്ടോ, ഒതുക്കി തീർത്തിട്ടുണ്ടോ? അത് എന്തോ ഒരു അന്വേഷിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. ഇത് ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ ഇവിടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ്. ഞാൻ അറിഞ്ഞത് ഇത് ശസ്ത്രക്രിയ ചെയ്യുവാനുള്ള ലൈസൻസ് ഇല്ലെന്നാണ്. ഞാനത് വിവരാവകാശം വിട്ടിരിക്കുകയാണ്. ഇവിടെ ഇത് ശസ്ത്രക്രിയ ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ. ഇത് ക്ലിനിക്കല്ല. ഞങ്ങളൊക്കെ വീട്ടിൽ അപ്പുറത്തൊരു ജംഗ്ഷനിലൊരു ക്ലിനിക്കുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ കാണും, മരുന്നിനെ കുറിച്ച് തരും, എല്ലാവരും ഓപ്പറേഷൻ ചെയ്യില്ല. ഇത് വളരെ ഗുരുതരമായ അവസ്ഥ അതിൽ ക്ലിനിക്കെന്ന് പറഞ്ഞ് അവരവിടെ എന്തെല്ലാം ചികിത്സ ചെയ്യുന്നു, ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അത് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. ക്ലിനിക്കിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഈ ക്ലിനിക്കിൽ ഇത് നടത്താമോ, അത് പറയുന്നില്ല. യഥാർത്ഥം പറഞ്ഞ് ചുരുക്കം പറഞ്ഞ് ഈ കേരളം ഇങ്ങനെ ആയിപ്പോയോ? ഞങ്ങൾക്കൊന്ന് നീതി കിട്ടില്ല. പല വാർത്തകളും കേൾക്കുമ്പോൾ നീതിയില്ലാത്തൊരു ഇതായി മാറിയിരിക്കുക. സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ പലരും ആദ്യമേ പറഞ്ഞു ഈ മെഡിക്കൽ ബോർഡ് ഇങ്ങനെ പ്രവർത്തിക്കും. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇനി കോടതി മാത്രമാണ് ഞങ്ങൾക്ക് ഇനി പോകാനുള്ള ഒരു വഴി. പിന്നെ ഇവരൊന്നും സാധാരണക്കാരല്ലല്ലോ. ഇവരെല്ലാം വളരെ രീതിയിൽ സമ്പന്നരായിട്ടുള്ളവരാണ്. അഭിലാഷിൻ്റെ കുടുംബം തന്നെ, അവരെ ഭാര്യ ഡോക്ടറാണ്, ഭാര്യയുടെ അച്ഛനും അമ്മയും ഡോക്ടറാണ്. അപ്പോൾ ഒരു ഡോക്ടർ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ IMA പോലെയുള്ള സംഘടന അവർക്ക് വേണ്ടി നിൽക്കും. പിന്നെ ഈ ഇരിക്കുന്നവരെല്ലാം ആ സംഘടനയുടെ അംഗങ്ങളാണ്. അപ്പം ഞങ്ങളെ പോലെയുള്ളവർക്ക് നീതി കിട്ടും. ഇന്നെനിക്ക്, നാളെ നിങ്ങൾക്ക്. ഇത് ആർക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള കാര്യം അന്വേഷിക്കണം. അതും അന്വേഷിക്കുന്നില്ല. മോള് മരുമകളല്ല, മോള് നമ്മുടെ മകളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഞങ്ങൾ എന്തിനും എവിടെയും പോരാടും. അത് അവൾക്കും അറിയാം. അവളെ അച്ഛാന്നാണ് വിളിക്കുന്നത്, ഞാൻ അവളെ മകളെ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ആൺമക്കളാണ്. അവൾ ആദ്യം ഇവിടെ വന്ന് കയറിയതാണ്. അവൾ മോളെ പോലെ തന്നെ കാണുന്നവരാണ്. അവളെ കാണാൻ നിങ്ങൾക്കിപ്പോൾ, നിങ്ങളവളെ കാണുമ്പോൾ തോറും നിങ്ങൾക്ക് ദുഃഖം സഹിക്കുന്നില്ല. ഈ വീട്ടിൽ എല്ലാ ദിവസവും ഭാര്യയായാലും മകൻ മുഖത്ത് നോക്കി കരയില്ലെന്നേ ഉള്ളൂ. വളരെ ദുഃഖത്തോടെയാണ് കഴിയുന്നത്. ആ കരച്ചിലിൻ്റെ, ആ കണ്ണീരിൻ്റെ വില അവർക്ക് കൊടുക്കേണ്ടി വരും. ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇതേ പറയാനുള്ളൂ. ആദ്യം ഞാൻ സെക്രട്ടേറിയറ്റിലാണ് പോകുന്നത്. മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ സെല്ലിലാണ് കൊടുത്തത്, പരാതി സെല്ലിലാണ് കൊടുത്തത്. ജില്ലാ കളക്ടറെയും കാണാൻ പോയി. ജില്ലാ കളക്ടറെയും കാണാൻ പറ്റില്ലായിരുന്നു. പരാതി സെല്ലിൽ കൊടുക്കാൻ പറഞ്ഞു, സെല്ലിൽ കൊടുത്തു. പിന്നെ പോയത് നമ്മളെ തിരുവനന്തപുരം നഗരസഭയിലെ മേയറാണ്. മേയറെ അടുത്ത് ചെന്നപ്പോൾ മേയറെ കാണാൻ പറ്റില്ല. പ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ചോദിച്ചു, എന്താ കാര്യം? ഞാൻ ഈ ഫോട്ടോയും ഈ പേപ്പറൊക്കെ കാണിച്ചു. മേയർ ഒരു കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞു. മേയറെയും കാണാൻ പറ്റില്ല. പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാൻ പോയില്ല, ഇമെയിലാണ് അയച്ചത്. അത് കാരണമെന്ന് പറഞ്ഞാൽ ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇമെയിൽ അയച്ചു. പിന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി. അവിടെയും ചെന്നപ്പോൾ അദ്ദേഹമില്ല. അവിടെ ക്ലർക്കിൻ്റെ കൊണ്ട് അപേക്ഷയുണ്ട്. പിന്നെ ഈ ലൈസൻസ് അനുവദിക്കുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് ഒരു പരാതി കൊടുക്കാമെന്ന് വിചാരിച്ചു. DMA കണ്ട് പരാതി കൊടുത്തു. DMA കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ക്ലർക്കാണെന്ന് തോന്നുന്നു. കാണണം, ഈ കാര്യങ്ങൾ പറഞ്ഞു. അത് കാണാൻ പറ്റില്ല, ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കുട്ടിക്ക് ഇത്രയും അനുഭവിക്കുമ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ നിങ്ങൾക്കുള്ള മാനസികാവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടാലേ പറ്റുള്ളൂ. എത്ര രാത്രിയായാലും ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ അടുത്തൊരു കസേരയുണ്ട്, കസേരയിരുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. വിളിക്കാൻ നോക്കട്ടെ, ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു മേഡം അവിടെ ചെന്നത് പറയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വന്നു വിളിച്ചു. അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേരും മൊബൈൽ നമ്പരും എല്ലാം എഴുതി വെക്കാൻ പറഞ്ഞു. എഴുതി വെച്ചു. ഞാൻ വാതിൽ തുറന്നു വന്നപ്പോൾ അവിടെ മീറ്റിംഗ് നടക്കണമായിട്ട് തോന്നില്ല. വേറൊരു വനിത ഇരിക്കുന്നു, ഒരു മേഡം ഇരിക്കുന്നു, മേഡവും ഇരിക്കുന്നു. മേഡം കാര്യം ചോദിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. പരാതി വാങ്ങി നോക്കിയൊന്നുമില്ല, കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞു. ഞാനത് ചുരുക്കിയാണ് പറഞ്ഞത്. പരാതി താഴെ കൊണ്ടുകൊടുത്ത്, തപാലിൽ കൊണ്ടുകൊടുത്ത് നമ്പറിട്ട് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് നടപടി ഉണ്ടാവും. അപ്പോൾ 3-ാം തീയതിയാണ് ഞാൻ കൊടുക്കുന്നത്. മാർച്ച് മാസം അല്ല, ഏപ്രിൽ മാസം 3-ാം തീയതി. ഏപ്രിൽ മാസം 3-ാം തീയതി കൊടുക്കുമ്പോൾ, അല്ല, മെയ് മാസം 3-ാം തീയതി, ഈ മാസം 3-ാം തീയതി കൊടുക്കുന്നു. ലൈസൻസ് ഇന്ന് ശ്രമിക്കുന്നു. ലൈസൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ കേസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 3-ാം തീയതി കൊടുത്തിട്ട് വീട്ടിൽ വന്നു. 5-ാം തീയതി ലൈസൻസ് അനുവദിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ 5-ാം തീയതി ലൈസൻസ് അനുവദിച്ചു കൊടുക്കും. അപ്പൊ ഞങ്ങൾക്ക് എന്ത് വിശ്വാസമാണുള്ളത്? ആരോഗ്യ വകുപ്പ് ഡയറക്ടറാണ്, ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നതാണ്. അവർക്കാണ് പരാതി കൊടുത്തത്. ഇനി ഞാൻ ആകെ പരാതി കൊടുക്കണം. ജനത്തിനൊക്കെ നീതികളൊന്നും കിട്ടുന്നില്ല. ഇത് ഒരു ഏകാധിപത്യ രീതിയിലുള്ളതാണ് ഈ ആരോഗ്യ വകുപ്പ്. അവർ കുറേ ഡോക്ടർമാർ തീരുമാനിക്കും, അതിന് അധികാരികൾ ഇടപെടണ്ടേ? ജനാധിപത്യ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. ജനങ്ങൾ തിരഞ്ഞെടുത്ത അധികാരികളുണ്ട്. അത് എല്ലാ പാർട്ടിക്കാരെയും ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഇത് വളരെ ഗൗരവമായിട്ട് ഇടപെടേണ്ട കാര്യമാണ്. ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ കളിക്കണമെങ്കിൽ അവരെയൊക്കെ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നാട് ഭരിക്കാൻ കഴിയില്ല. ഇപ്പം അറിഞ്ഞു വരുന്നത്
അധികാരികൾ പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയിലോട്ട് ഉദ്യോഗസ്ഥ സംഘം മാറിയിരിക്കുകയാണ്. അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സൂചനയാണ് ഇത് ചെയ്യുന്നത്. അതോ ഇവരെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ? അത് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ? അതും ഞങ്ങൾക്ക് സംശയമുണ്ട്. എൻ്റെ പേര് ശ്രീലത എന്നാണ്. നീതുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഇപ്പോൾ ഈ സർജറി കഴിഞ്ഞ 22-ാം തീയതി സർജറി കഴിഞ്ഞ് 23-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. 24-ാം തീയതി ചെല്ലാൻ പറഞ്ഞതിനനുസരിച്ച് വഷളായതിന് അനുസരിച്ച് വീണ്ടും ആ ക്ലിനിക്കിൽ ചെല്ലുകയും അവിടെ വെച്ചാണ് ഗുരുതരാവസ്ഥയിലാകുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പൾമിനറി ഫാറ്റ് എംബോളിസം എന്നാണ്. ഈ പൾമിനറി ഫാറ്റ് എംബോളിസം എങ്ങനെ വന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ പൾമിനറി ഫാറ്റ് എംബോളിസം ലിപ്പോസക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നില്ലല്ലോ. അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതുപോലെ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ ഇത്രയും നേരം കിടത്തേണ്ടതുള്ളൂ. അപ്പോൾ ആ കിടത്തിയത് തന്നെ അത്രയും ഓരോ സമയം തോറും അത് വേഴ്സായി വരികയാണെന്ന് മനസ്സിലായിട്ടും അവർ ആ സമയത്തിന് എത്തിച്ചിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ അവിടെ വന്നപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാവുകയും പിന്നെ മൾട്ടി ഫങ്ഷൻ ഡിസോർഡർ ആവുകയും ചെയ്തു. പിന്നീട് അതിനെ തുടർന്ന് നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന അതേതരം ഗുരുതരാവസ്ഥയിലോട്ട് പോവുകയും ചെയ്തു. ഇപ്പോഴും ഈ മുറിവ് എന്ന് പറയുന്നത് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പൂർവ്വസ്ഥിതിയിലെത്താനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ ഈ അന്ന് രാത്രിയാണ് ഈ ലാപ്രോട്ടമി എന്ന് പറയുന്ന സർജറി അന്ന് ചെയ്തത്. ഈ സർജറിയിൽ ചെയ്തതിന് ശേഷം വയറിൽ വീണ്ടും ഈ കൈകാലുകളിൽ വന്നത് കണക്ക് ഒരു കറുത്ത നിറം ബാധിച്ചായിരുന്നു. ഗാംഗ്രീൻ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. ഈ ഗാംഗ്രീൻ എങ്ങനെയാണ് വന്നതെന്നും അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനും പറയുന്നില്ല. അപ്പം നിലവിലുള്ള ഈ അവസ്ഥയ്ക്ക് കാരണം അതിനെ തുടർന്നുണ്ടായതാണ്. അപ്പം അത് റിപ്പോർട്ടിൽ പറയുന്നുമില്ല. അതൊരു പ്രധാന കാരണമാണ്. കാരണം നിലവിലുള്ള ഒരു അവസ്ഥയാണത്. ആ അവസ്ഥയെക്കുറിച്ചൊന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല. ആ കുട്ടി ഇപ്പോഴും അതിൻ്റെതായ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രീതിയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ ഈ വിരലുകൾ മുറിച്ചതിൻ്റെ മുറിവുകൾ പൂർണ്ണമായിട്ട് ഉണങ്ങിയാൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. നടന്നു കഴിഞ്ഞാലും പിന്നെ പ്രോസ്തറ്റിക്സ് എന്തെങ്കിലും വെച്ചാൽ മാത്രമേ പിന്നെ നടക്കാനും പറ്റുള്ളൂ. അപ്പം നമ്മളൊരു ഡോക്ടർ പറയുന്ന നമ്മൾ കേട്ടതല്ലേ ചാനലിൽ, ഒരു ഡേ കെയർ ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഇത്തരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകളല്ലേ എടുക്കാനുള്ളത്. റിക്കവറിക്കില്ല. പക്ഷേ അങ്ങനെ ഇല്ലെന്ന് അവർക്കറിയാമല്ലോ. അവർക്കറിയാമെങ്കിൽ അവർ അവിടെ തുടരരുത്. അത് അവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാമല്ലോ. അവർക്കത് അറിയാമല്ലോ. നമ്മളിപ്പം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവിടെ മുൻ അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഉടനടി എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു ഹോസ്പിറ്റലിലോട്ടാണ് അവർ മാറ്റാനുള്ളത്. അത് ചെയ്തിട്ടില്ലല്ലോ. അതൊരു ഗുരുതരമായ പിഴവല്ലേ. അതാണ് ഞങ്ങൾ ഗുരുതരമായിട്ടുള്ള പിഴവെന്ന് ഞങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം അത് തന്നെയാണ്. ഇത്രയും ഇന്ന് കാണുന്ന ഈ എല്ലാത്തരം കോംപ്ലിക്കേഷൻ്റെ കാരണമെന്ന് പറയുന്നത് അതാണ്. ആരംഭത്തിലേ മനസ്സിലായില്ല അവർക്ക്. മനസ്സിലായാലും അവരതിനുള്ള മുൻകരുതലുകൾ എടുത്തില്ല. ഇത് പറയാനുള്ള ഈ ഇപ്പോൾ പറയുന്നത് റിപ്പോർട്ടിൽ നമ്മൾ ഇതൊന്നും സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അത് ആദ്യം ഒരു റിപ്പോർട്ട് വന്നു, പിന്നെ വീണ്ടും രണ്ടാമതൊരു കൂടിയ റിപ്പോർട്ടിലും ഈ കാര്യമൊന്നും പറയുന്നില്ല. ഇതൊരു പിഴവായിട്ട് അവരെടുക്കുന്നില്ലല്ലോ. ഒരു വ്യക്തതയില്ലല്ലോ. കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കിട്ടിയ റിപ്പോർട്ടാണ്. അവർ ഒഫീഷ്യലി അയച്ചു തന്ന റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ഇത് തന്നെയാണ്. അതിനെ ഒരു നെഗ്ലിജൻസ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതൊരു നെഗ്ലിജൻസോ ഡിലേ എന്ന് പറയുന്നത് നെഗ്ലിജൻസ് എന്ന് പറയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതാണോ ഇതിലേക്ക് നയിച്ച കാര്യങ്ങളെന്നും പറയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അത് അവർക്കൊരു വ്യക്തതയില്ല.
യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എല്ലാത്തിനും കാരണം. ഇന്ന് കാണുന്ന ഈ അവസ്ഥയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് ഡിലേ ആണ്. ഈ ഒരൊറ്റ കാരണമാണ് ഇതിനെല്ലാത്തിനും ഉള്ള കാരണം. പിന്നീട് വന്ന ഈ കോംപ്ലിക്കേഷനുകൾക്കെല്ലാം കാരണവും അത് ആ കുട്ടി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയ്ക്കും കാരണം ഈ വരുന്ന ഡിലേ ആണ്, ഈ വന്ന ഡിലേ ആണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.